മോഷണം. മോഷ്ടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? മോഷ്ടിച്ചവന്റെ കൈ മുറിക്കണം. ആദ്യം മുറിക്കേണ്ടത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാള്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, മോഷ്ടിച്ചാൽ. എത്ര മോഷ്ടിക്കണം എന്നറിയാം? ഒരു ദീനാറിന്റെ 1/4 മോഷ്ടിച്ചാൽ 10 രൂപ 100 രൂപ കേട്ടാലൊന്നും കൈമുറിക്കാൻ പറ്റൂല. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. ഒരു സ്വർണ്ണ നാണയത്തിന്റെ 1/4 അതിന്റെ വില വരുന്ന വസ്തുക്കളോ മോഷ്ടിച്ചാലാണ് കൈമുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ താഴെ 100 രൂപ മോഷ്ടിച്ചാൽ വെറുതെ ഇടണമെന്നല്ല, അവന് ശിക്ഷയുണ്ട്. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തലായിരിക്കാം, മുന്നറിയിപ്പായിരിക്കാം, ഒരു വാണിംഗ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ കൈമുറിക്കുക എന്നുള്ള ശിക്ഷ ഒരു ദീനാറിന്റെ 1/4 മൂല്യമുള്ള വസ്തു കെട്ടാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം മുറിക്കേണ്ടത് എവിടെയാണ്? വലത്ത് കൈയുടെ കുഴ. ഇവിടെ നിന്ന് മുറിച്ച വേണം, ഇത്രയും മുറിച്ച വേണം. വെറുതെ മുറിച്ചു വിട്ടാൽ പോരാ. മുറിച്ചതിന് ശേഷം അവന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. മരിക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വിട്ടേക്കണം. അപ്പൊ ഈ കൈയില്ലാത്ത ഒരാളെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആളുകൾ സൂക്ഷിച്ചോളും. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു വാണിങ്. പിന്നെ മോഷ്ടിച്ചാൽ എന്ത് ചെയ്യണം? ഒരു ദീനാറിന്റെ 4/1 മൂല്യമുള്ള വസ്തുക്കളോ മോഷ്ടിച്ചു. എവിടെ നിന്ന് മോഷ്ടിക്കണം എന്നുണ്ട് കേട്ടോ. ആ വസ്തു സൂക്ഷിക്കേണ്ട സ്ഥലത്തുനിന്ന് മോഷ്ടിക്കണം. ഓരോ വസ്തുവിനും സൂക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്ന് കള്ളം കട്ടാലേ കൈമുറിക്കാൻ പാടുള്ളൂ. റോട്ടില് സ്വർണ്ണമാല കിടന്നു, ഒരാൾ എടുത്തുണ്ട്, അയാളുടെ കയ്യൊന്നും കൈമുറിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ സ്വർണ്ണമാലകൾ സ്വർണം സൂക്ഷിക്കേണ്ടത് ലോക്കറിലാണ്. വീട്ടിനുള്ളിൽ ലോക്കർ സൂക്ഷിക്കേണ്ട സാധനമാണ്. ലോക്കറിൽ നിന്ന് സ്വർണം എടുത്താലേ കള്ളന്റെ കൈമുറിക്കാൻ പാടുള്ളൂ. ബെഡിന്റെ അടിയിലോ ചൂലിന്റെ ഉള്ളിലോ പത്രത്തിന്റെ ഉള്ളിലോ ഒന്നും സ്വർണം വെച്ചിട്ട് ഒരാൾ എടുത്തുണ്ടായാൽ അത് അല്ല, അതിന് കൈമുറിക്കില്ല. ഏകദേശം ഞാൻ പറയും, അത് കവർച്ച എന്നാണ് പറയാം. കവർച്ചയ്ക്ക് കൈമുറിക്കാൻ പറ്റൂല, വേറെ ശിക്ഷയുണ്ട്. ഇത് മോഷണം എന്ന് പറയുന്നത് ആളുകൾ അറിയാതെ എടുക്കലാണ്. കൈത്തിന്ന് പറിച്ചുണ്ടായാൽ കൈമുറിക്കാനല്ല ശിക്ഷ, അത് പിടിച്ചുപറിയാണ്. പിടിച്ചുപറിക്ക് വേറെ ശിക്ഷയുണ്ട്. ആളുകൾ അറിയാതെ രഹസ്യമായി ഒരു വസ്തു സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനെ കള്ളൻ എന്ന് പറയാം. അതിനാണ് മോഷണം എന്ന് പറയാം. അതും ഒരു ദീനാറിന്റെ 4/1 വിലയുണ്ടെങ്കിൽ മാത്രമേ ഈ കൈമുറിക്കാൻ പാടുള്ളൂ. ഒന്നിരിക്കൽ അതിൽ സ്വയം സമ്മതിക്കണം, അതിൽ മോഷ്ടിച്ചു എന്നുള്ള തെളിവുണ്ടാകണം. ഇങ്ങനെ മുറിച്ചു കളയുക. ഷെയറായിട്ടൊരു കട നടത്തുന്നുണ്ട്, രണ്ടുപേരും ഷെയറാണ്. ആ കടയിൽ നിന്ന് ഞാൻ അയാളെ മറ്റയാൾ അറിയാതെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു. എന്റെ കൈമുറിക്കാൻ പറ്റില്ല. കാരണം എന്താ? എനിക്കതിൽ പങ്കാളിത്തം ഉള്ളതാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കൈമുറിക്കണ്ടാന്നേ ഉള്ളൂ, വേറെ ശിക്ഷ ഉണ്ടാവും. കൈമുറിക്കാൻ പറ്റൂല. അതുപോലെ ഈ പറഞ്ഞ പോലെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൈമുറിക്കാൻ പറ്റൂല. തട്ടിപ്പറിക്കുക, പിടിച്ചു പറിക്കുക, ഇതിനൊന്നും കൈമുറിക്കാൻ പറ്റൂല, വേറെ ശിക്ഷയുണ്ട്. അതുപോലെ ഈ മോഷ്ടിച്ച സമ്പത്ത് പിടിച്ചു പറിച്ചതാണെങ്കിലും കൈമുറിക്കാൻ പാടില്ല. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു വീട്ടിൽ സൂക്ഷിച്ച സാധനം വേറെ ആൾ മോഷ്ടിച്ചുകൊണ്ടുപോയി, കള്ളന്റെ കയ്യിൽ കള്ളം കൊണ്ടുപോയി. ആ കള്ളന്റെ കൈമുറിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവനെടുത്തത് എന്റെ മുതലല്ല, ഞാൻ വേറെ സ്ഥലത്ത് പിടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നതാണ്, മഹസൂബാണ്, എന്റേതല്ല. അപ്പോഴും കൈമുറിക്കാൻ പറ്റൂല. അപ്പൊ ഒരുപാട് നിയമങ്ങളുണ്ട് അതിന്, നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിടിച്ചു പറിച്ച സ്ഥലത്താണത്. ഞാൻ വേറൊരാളുടെ സ്ഥലം പിടിച്ചു പറിച്ച് ഞാൻ അതിൻ്റെ അടുത്ത് വീട് വെച്ച് താമസിക്കുകയാണ്, തട്ടിപ്പറിച്ചതാണ്. അവിടെ എന്റെ ഒരു സാധനം ഒരാൾ മോഷ്ടിച്ചു, എന്റെ മുതലാണ്, പക്ഷെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്റേതല്ല, അത് മഹസൂബാണ്, ഒരാളെ തട്ടിപ്പറിച്ചെടുത്തതാണ്. അവിടെ നിന്ന് ഒരാളെ കെട്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല? കട്ടവന്റെ കൈമുറിക്കാൻ പാടില്ല. കാരണം ആൾ എടുത്തത് അവിടെ നിന്നല്ല, സൂക്ഷിക്കേണ്ട സ്ഥലത്ത് എടുത്തിട്ടില്ല. ഞാൻ സൂക്ഷിക്കേണ്ട, എന്റെ മുതൽ സൂക്ഷിക്കേണ്ട എന്റെ സ്ഥലത്താണ്. ഞാൻ സൂക്ഷിച്ചത് എവിടെയാണ്? എന്റേതല്ലാത്ത വേറൊരാളെ പിടിച്ചു വെച്ച സ്ഥലത്താണ്. അപ്പോഴും കൈമുറിക്കാൻ പാടില്ല. അപ്പൊ ആദ്യം മുറിക്കേണ്ടത്, അല്ലെ വഖഫ് സ്വത്ത് കഷ്ടിച്ചാൽ, വഖഫ് സ്വത്ത് മോഷ്ടിച്ചാലോ, പള്ളിയുടെ പൈസ മോഷ്ടിച്ചാലോ എന്ത് ചെയ്യണം? അവിടെയും കൈമുറിക്കണം. പള്ളിയുടെ മുതലെടുത്താലും വഖഫ് സ്വത്ത് മോഷ്ടിച്ചാൽ കൈമുറിക്കണം. പള്ളിയുടെ മുതലോ ഏത് വഖഫ് സ്വത്ത് മോഷ്ടിച്ചാലും എന്ത് ചെയ്യണം? കൈമുറിക്കണം. എന്താണെങ്കിലും ഒരു ദീനാറിന്റെ 4/1 വില വരുന്ന എന്ത് മോഷ്ടിച്ചാലും അതിന്റെ വില എന്ത് ചെയ്യണം? കൈമുറിക്കപ്പെടണം. അത് ഈ പറഞ്ഞ നിബന്ധനകളുണ്ട്. ഹിർസ്, ഓരോന്ന് സൂക്ഷിക്കേണ്ട സ്ഥലം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരാള് ഒരു സാധനം തലയ്ക്ക് വെച്ചിടുന്ന പള്ളി കിടന്നുറങ്ങി, അതെടുത്തുണ്ടായാൽ കൈമുറിക്കാം. തലയുടെ അടിയിൽ വെക്കുക എന്നുള്ളത് സൂക്ഷിപ്പാണത്. പക്ഷെ അടുത്ത് വെച്ചിട്ട്, മൊബൈൽ അടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങി, എടുത്തുണ്ടോ കൈമുറിക്കാൻ പറ്റൂല. മൊബൈൽ അടുത്ത് വെച്ചിട്ട് പള്ളി കിടന്നുറങ്ങി മൊബൈൽ എടുത്തുണ്ടായ കൈമുറിക്കാൻ പറ്റൂല. കാരണം എന്താ? സൂക്ഷിക്കേണ്ട സ്ഥലത്ത് മൊബൈൽ സൂക്ഷിച്ചിട്ടില്ല. പോക്കറ്റിൽ നിന്ന് എടുത്തുണ്ടായാൽ ശരി, കൈമുറിക്കാം. ഒരു സാധനം തലക്ക് വെച്ച് കിടന്നുറങ്ങുന്നവൻ അത് സൂക്ഷിക്കുകയാണ്, തല കൊണ്ട് അവൻ സൂക്ഷിക്കുകയാണ്, അതെടുത്തുണ്ടായാലും കൈമുറിക്കാം. മനസ്സിലായില്ലേ? ഒരുപാട് നിബന്ധനകൾ ആ വിഷയത്തിലുണ്ടെന്ന് അർത്ഥം.
വഖഫ് സ്വത്ത് മോഷ്ടിച്ചാൽ, പള്ളിയുടെ സമ്പത്ത് മോഷ്ടിച്ചാൽ കൈമുറിക്കാം. സക്കാത്തിന്റെ സമ്പത്ത് മോഷ്ടിച്ചാൽ കൈമുറിക്കാൻ പാടില്ല, അവകാശമുള്ളതാണ്. ഓഹോ മുസ്തഹിക്കില്ല, ഇവൻ അവകാശിയാണെങ്കിലാണ് ട്ടോ പറഞ്ഞത്. ഒരു പാവപ്പെട്ടവൻ സക്കാത്തിന്റെ മുതൽ മോഷ്ടിച്ചു, കൈമുറിക്കാൻ പാടില്ല, അതിൽ അവകാശം ഉണ്ടവന്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ സക്കാത്ത് കൊടുക്കാത്ത പൈസ ഇരിപ്പുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ കൈമുറിക്കാൻ പറ്റൂല. വീട്ടിൽ കാശിരിപ്പുണ്ട്, മോഷ്ടിക്കാൻ വന്നവൻ അറിയാം സക്കാത്ത് കൊടുത്തിട്ടില്ല, അലമാരി കാശിരിപ്പുണ്ട്, അപ്പൊ 1 ലക്ഷം രൂപ ഇരിക്കണത് 2500 എടുത്തുകൊണ്ടുപോയി, കൈമുറിക്കാൻ പറ്റൂല. അത് അവന്റെ അവകാശം കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. നമ്മൾ നേരിട്ട് കൊടുത്തില്ല എന്നുള്ളൂ, അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത വീട്ടിൽ മോഷണം നടന്നാൽ ഉണ്ടായിരിക്കാൻ നല്ലത്. ഞാനത് പറഞ്ഞു, അത് അർഹനായ വ്യക്തി സക്കാത്തിന്റെ മുതൽ മോഷ്ടിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈമുറിക്കപ്പെടാൻ പാടില്ല. അതുപോലെ മുസ്ലിമീങ്ങളുടെ പൊതുവായ സമ്പത്ത് ബൈത്തുൽ മാൽ, പൊതുഖജനാവിൽ നിന്ന് മോഷ്ടിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈമുറിക്കാൻ പാടില്ല. കാരണം അതിൽ അവന് അവകാശം ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ സ്വത്ത് എനിക്ക് അവകാശമുള്ളതാണ്, നമ്മളൊക്കെ നികുതി കൊടുക്കണം, എനിക്കതിൽ അവകാശമുണ്ട്. ഞാൻ പാലം പണിതും റോഡ് പണിയുന്നും പാലം പണിയുന്നും ഒക്കെ എനിക്കും കൂടി ബോധപ്പെടാൻ വേണ്ടിയാണ്, എന്റെ ഒരു അവകാശം അതിനകത്തുണ്ട്. അപ്പൊ അതിൽ നിന്ന് മോഷ്ടിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈമുറിക്കാൻ പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടും, സർക്കാർ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടും. ഈ പൊതുവായ രീതിയിൽ ഉപയോഗിക്കുന്ന പൊതുസമ്പത്തുകൾ അതിൽ നിന്ന് മോഷ്ടിച്ചെന്തില്ല, ഇതില്ല. അവൻ പണക്കാരനാണെങ്കിലും ശരി, ആളെ മോഷ്ടിച്ച ആള്, കാരണം അവനതിൽ ഞാൻ പണക്കാരനാണെങ്കിലും എനിക്ക് റോട്ടിലും തോട്ടിലൊക്കെ എനിക്ക് അവകാശമുണ്ട്, എന്റെ വണ്ടി അതിൽ ഓടിക്കാനുള്ള അവകാശമുണ്ട്, എന്റെയും കൂടി അവകാശമാണിത്. അപ്പൊ അത് പൊതുഖജനാവിൽ നിന്ന് മോഷ്ടിച്ചത്. അതുപോലെ മാതാപിതാക്കൾ, മക്കൾ, ഈ മോഷണത്തിനും കൈമുറിക്കാൻ പാടില്ല. വാപ്പാടെ മുതൽ മകൻ കെട്ടു, മകന്റെ മുതൽ വാപ്പ കെട്ടു, ഞാൻ പാടില്ല, കൈമുറിക്കാൻ പാടില്ല. അവര് അടിമ ഉടമ, അവർ തമ്മിൽ കൈമുറിക്കാൻ പാടില്ല. എന്നാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയോ എന്താ ഒന്ന്, ഭാര്യ ഭർത്താവിന്റെ സമ്പത്ത് മോഷ്ടിച്ചാലോ കൈമുറിക്കാം, കൈമുറിക്കാം. ഏത് മോഷണമായിരിക്കണം? മാതാപിതാക്കൾ മക്കളുടെ കൈമുറിക്കാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്ത് ചെയ്യാം, കൈമുറിക്കപ്പെടാൻ ശിക്ഷ നടപ്പിലാക്കാം. അവകാശം ഇല്ലാത്തത് മോഷ്ടിച്ചതാക്കാം. അവകാശത്തിന്റെ കാര്യം എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ അവകാശപ്പെട്ടത് കൊടുക്കുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, മോഷ്ടിക്കാം. അതിലുപരി അവള് മോഷ്ടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 1 ദീനാറിന്റെ 4/1 വില വരുന്ന സാധനം മോഷ്ടിച്ചാൽ കോടതിയിലെത്തി നമുക്ക് തെളിവ് സഹിതം ഉണ്ടെങ്കിൽ കൈമുറിക്കപ്പെടാം, അതാ പറഞ്ഞത്. അപ്പൊ ആദ്യം മുറിക്കേണ്ടത് വലത് കൈയുടെ കുഴയെന്ന് മുറിക്കണം. വീണ്ടും മോഷ്ടിച്ചാലോ ഇടത്തെ കാല് മുറിക്കണം. ഇടത്തെ കാല് ഇത് ഇവിടെ അച്ഛനെ മുറിച്ചാണ്. അപ്പൊ ഇത് കാണുന്നവന് മനസ്സിലാവുന്നവൻ അവൻ പെരിയ കളനാന്ന് മനസ്സിലാവും. വലത് കൈയും ഇല്ല, വലത് കാലും അവനില്ല. എന്നിട്ട് മോഷ്ടിച്ചാലോ, മൂന്നാമതും മോഷ്ടിച്ചാലോ ഇടത് കൈ മുറിക്കണം, ഇടത് കൈയുടെ കുഴയെന്ന് മുറിക്കണം. 4ാമത് മോഷ്ടിച്ചാലോ വലത് കാലിന്റെ ഇവിടുന്ന് മുറിക്കണം. അപ്പൊ അവന് 2 കൈയില്ല, 2 കാലുമില്ല. എന്നിട്ട് മോഷ്ടിച്ചാലോ ഇനി അവന് മുറിക്കാനൊന്നുമില്ല, കൊല്ലവും വേണ്ട, ഉസിറ. അല്ല, മോഷ്ടിക്കാൻ വായോണ്ട് മോഷ്ടിക്കാമല്ലോ, എന്താ മോഷ്ടിക്കാനൊക്കെ വഴിയുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഉസിറ, അവനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ കൊടുക്കുക, അല്ല ജയിലിലിടുവോ ഒക്കെ ചെയ്യാം. കൊല്ലരുത്, വേറെ ഒന്നും മുറിക്കുകയും ചെയ്യരുത്, ഇനി ഒരു സ്ഥലം മുറിക്കരുത്. ഇതാണ് 4ാമതും ചെയ്താൽ ചെയ്യാനുള്ളത്. ഈ മോഷണം സ്ഥിരപ്പെടണമെങ്കിൽ മറ്റു ശിക്ഷകളെ പോലെ തന്നെ 2 സാക്ഷികൾ ഉണ്ടാകണം. 2 സാക്ഷികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ സ്വയമായി അയാള് സമ്മതിച്ചാലേ പറ്റുള്ളൂ. അതുപോലെ സത്യം ചെയ്താലും മതി. യമീന് റദ്ദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന എന്റെ മുതലാളി മോഷ്ടിച്ചു എന്ന്, അപ്പൊ അയാൾ എന്ത് ചെയ്യണം, വല്ലാഹി എന്റെ മുതലാളി മോഷ്ടിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, വല്ലാഹി ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയണം. അത് പറയാനായിട്ട് മടിയാണെങ്കിൽ അർത്ഥം എന്താ, മോഷ്ടിച്ചിട്ടെന്നാണ്. അപ്പൊ അയാൾ സമ്മതമായിട്ട് കണക്കാക്കപ്പെടുകയും ശിക്ഷ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന അർത്ഥം. ഇൻഷാ അല്ലാഹ്.